ഹായ്, എൻ്റെ പേര് സെയ്തൻവർ. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഞാൻ ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, ബ്യൂട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു കോണ്ടന്റ്സാണ് ചെയ്യുന്നത്. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. 25 വയസ്സുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു 5-6 വർഷമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു പ്രൊസീജിയർ ഞാൻ അങ്ങനെ ഫൈനലി ചെയ്യാൻ പോവുകയാണ്. ഞാനിന്ന് ചെയ്യുന്ന മെത്തേഡ് റിയൽ ടൈം FUV ആണ്. വിത്ത് സഫയർ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സർജറി ചെയ്യുന്നത് ഡോക്ടർ ജാദവാണ്. പിന്നെ എനിക്ക് ഇനിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹെയർ ലൈൻ മാർക്ക് ചെയ്യണം, പിന്നെ അതിൻ്റെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതിലോട്ട് ഇപ്പോൾ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഒരു 2000-2500 ആയിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ മൊത്തത്തിലൊരു 1300 ഗ്രാഫ്റ്റിൻ്റെ ആവശ്യം വന്നുള്ളൂ. പൊതുവേ ഞാനൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ആളാണ്. പക്ഷേ ഇപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് നല്ലപോലെ പ്രൂവ് ആയി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് അനസ്തേഷ്യയൊക്കെ എടുത്തെങ്കിലും ഫ്രണ്ടിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ചെയ്തതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇടയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഒരു ബാക്ക് പോർഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉണർന്നിരുന്ന് ഫീൽ ചെയ്തത് ഫ്രണ്ടിൽ ചെയ്തപ്പോൾ മാത്രമാണ്. എനിക്ക് ചെയ്തിരിക്കുന്നത് റിയൽ ടൈം FUV സഫയർ മെത്തേഡാണ്. സഫയർ മെത്തേഡ് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാകും, കുറേ ആളുകൾ ടർക്കിയിൽ പോയിട്ടൊക്കെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡാണ്. ഇതൊരു ടൂളാണ്, സഫയർ ടൂൾ എന്ന് പറയുന്നത്. സംഭവം ഒരു പേന പോലെ ഇരിക്കും. നമ്മുടെ പേനയുടെ ടിപ്പൊക്കെ പോലെ തന്നെയാണ്. ആ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ലിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നോർമലി ചെയ്യുന്ന ടൂളിനെ അപേക്ഷിച്ച് ഈ സഫയർ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്നതിൻ്റെ അളവ് കുറവായിരിക്കും. ഈ ടൂൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ സ്ലിറ്റ് ഭയങ്കര ഫൈനായിരിക്കും. പിന്നെ ഹീലിംഗ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പെയിൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം ഞാൻ ഇവരോട് പറയുമ്പോഴും എനിക്ക് അതിനനുസരിച്ചൊരു ബ്രേക്ക് തന്നിട്ട്, കുറച്ചേ ഉണ്ടാവുള്ളൂ, ആ ബ്രേക്കിൽ ഒന്നും കൂടി എല്ലാം ഒന്ന് നം ചെയ്തിട്ട് ആ രീതിയിലാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നതും. അതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും എല്ലാം പറയാനുള്ളൊരു കംഫർട്ടബിൾ എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫുള്ള് ട്രിം ചെയ്തിട്ട് ചെയ്യുന്നതിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, കോണ്ടന്റ് ക്രിയേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ള് മുടി ട്രിം ചെയ്ത് കളയാൻ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിത്തൗട്ട് ട്രിമ്മാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കാറ് ഇപ്പം ചെയ്തിരിക്കുന്ന മെത്തേഡ് എനിക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റും. ബാക്കിലാണെങ്കിൽ പോലും അത്ര ഭയങ്കര ഒരു വലിയ സ്പേസ് ഒന്നും എടുത്തിട്ടില്ല. ഒരു മുടിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഷേവ് ചെയ്തിട്ടാണ് അവിടെ ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. പിന്നെ ലാഡ് ആൻഡ് സെറ്റിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മുടി ഫുള്ള് ട്രിം ചെയ്ത് കളയാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ലാഡ് ആൻഡ് സെറ്റ് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബഡ്ജറ്റും ഫണ്ടും ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ സർജറി എന്നുള്ളൊരു വാക്കുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒരു 4 to 5 hours ഒരു ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയർ അത്ര മാത്രമേ ഉള്ളൂ സംഭവം. അത് നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു നല്ലൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹെയറിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് ട്രീറ്റ്മെൻറ്റ്സിന് നിങ്ങൾ നല്ലൊരു ക്ലിനിക്ക് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ലാഡ് ആൻഡ് സെറ്റ് തന്നെയാണുള്ളത്. ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എന്തുകൊണ്ടും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ലാഡ് ആൻഡ് സെറ്റിൻ്റെ ക്ലിനിക്ക് തന്നെയാണ്. എറണാകുളത്തും കോഴിക്കോടും ട്രിവാൻഡ്രത്തും എല്ലാം ഇവരുടെ ക്ലിനിക്ക് ഉണ്ട്. നിങ്ങൾക്ക് അടുത്തുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുക.